ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്നിപ്പോൾ രാത്രിയായി വീഡിയോ ഒക്കെ ചെയ്യാൻ. അപ്പോൾ അത് കാരണം എന്താ അറിയോ, ക്ലിയർ കുറച്ച് കമ്മിയായിരിക്കും. ഇനിയിപ്പോൾ ക്ലിയർ കുറച്ച് കമ്മിയായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്, എന്താ അറിയോ, പണത്തിന് മുകളിൽ പരുന്തും പറക്കൂല എന്നുള്ളത്. അതൊക്കെ വെറുതെയാണ് എന്നുള്ളത് ഈ CJ റോയിയുടെ കാര്യത്തിൽ ഏറെക്കുറെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയാളുടെ ആസ്തി എത്രയാണ് അറിയോ? 15,000 കോടിയാണ് അയാളുടെ ആസ്തി. അത്ര ആസ്തി വെച്ചിട്ടും അയാൾ 2 ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തു. അതിന് പറയുന്ന റീസണ് IT ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ്, നിരന്തരമുള്ള റൈഡും കാരണമാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വരുന്നത്. അതെന്തോ അവിടെ നിൽക്കട്ടെ. കാരണം എന്താ പറയുക, അയാളൊരു ബിസിനസ്മാനാണ്. ഇന്ത്യയിലൊക്കെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാലും അത്യാവശ്യം ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന്റെ കളി അങ്ങനെയാണല്ലോ. ആരോടാ വൈരാഗ്യം, അവരങ്ങോട്ട് അടിയോടെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ രാഷ്ട്രീയക്കാരുടെ അജണ്ട. അതൊന്നും ഇപ്പം നമ്മൾ നിർത്തി നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബിസിനസ് എന്താ അറിയോ? ആത്മീയ ചൂഷണം. അതായത് മതങ്ങളെ വിറ്റ് ജീവിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പൊ എല്ലാവരും തിളങ്ങി നിൽക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് സകല ബംഗാളികളെയും നേപ്പാളികളെയും ഒക്കെ പറ്റിച്ചും കൊണ്ട് നടക്കുന്ന ഒരുത്തണ്ടല്ലോ. അവന്റെ മാത്രം കാര്യമല്ല, ഇത് പൊതുവേ ഉള്ള കാര്യമാണ്. എങ്ങനെ ജീവിക്കാനും പിന്നെ എന്താ പറയാ, സമാധാനത്തിനും ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്വന്തം മതത്തെ വിറ്റിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുക എല്ലാവരുടെ മുമ്പിലും. എന്നാ പൂച്ചെണ്ടുകൾ വരെ ഏറ് കിട്ടും. ഇത് കണ്ടോ ഇവിടെ. എന്തിനാപ്പതെന്ന് ഒരു പിടുത്തമല്ല. എന്തിനാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഓനൊന്ന് ഹജ്ജിന് പോയതാണ് ഈ പൂച്ചെണ്ടുകളും ഈ പൂവൊക്കെ എറിയുന്നത്. ഇന്നാ ഇതിങ്ങനെ വിമർശിക്കണ പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇതിലിപ്പോ എന്താ ചെയ്യാന്? ഇപ്പൊ ഓൻ തന്നെ ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കണു, ഓൻ ഹജ്ജിന് പോയതാണ്, ഷിയാബ് ഹാജിയാണെന്നൊക്കെ ഓനൊരു വീഡിയോമ്മ തന്നെ എഴുതിയിരിക്കണു. അതെന്നെ ആകെ അത്ഭുതപ്പെടുത്തിയത്. ആ വീഡിയോ എന്നൊന്ന് കാണിച്ചപ്പോ എന്താ ടൈറ്റിൽ കൊടുത്തിരിക്കണ എന്താ അറിയോ? ഞാൻ വേണമെങ്കിൽ വായിച്ചുതരാം. ഹാജി ഷിഹാബ് ചോറ്റൂർ എഡ്യൂക്കേഷൻ സെന്റർ ഇൻ കേരള, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെയൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ ഷിഹാബ് ഹാജിയാണ്, ഹജ്ജ് ചെയ്താണ്. ഇനിയിപ്പോ ഇവനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ അറിയോ? അതും വേണമെങ്കിൽ കേട്ടോ. എന്താ नीयत सही है तो नथिंग इज इम्पॉसिबल. हमारा नीयत सही होना चाहिए हर चीज में. सेकंड चीज, നല്ലൊരു DJ ഇതിന് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറച്ച് അറബിയാണ് പഠിക്കുക. എന്നിട്ട് പറയാം നിയ്യത്താണ് ഏറ്റവും വലുത്. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഞാൻ നിയ്യത്ത് വെച്ചു, ഞാൻ നടന്നു പോയി, എത്ര കിലോമീറ്റർ പോയി, എങ്ങനെ പോയി എന്ന് വരെ പോകാൻ പറഞ്ഞിക്കണോ? ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് പോയത് ഫ്ലൈറ്റിനാണ്, അതല്ലെങ്കിൽ വണ്ടിയിലാണെന്നോ പറഞ്ഞിക്കണോ? ഇല്ല. അപ്പൊ സത്യവും മറച്ചു വെക്കാനും എനിക്കറിയാം. കാരണം എന്താ അറിയോ, അതവന്റെ മാർക്കറ്റിനെ ബാധിക്കും. ഒരു സ്റ്റേജിലും ഒന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിലാ പോയെന്നുള്ളത്. എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ടിട്ട് പിന്നെ ഈ മക്ക വരെ ഇവൻ ഒരേ നടന്നിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഇവന് എന്താ പറയാ, കേരളത്തിലില്ല. കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഈ മതത്തിന്റെ പേരിൽ എന്തും നടക്കാവുന്നതാണ്. എന്നിട്ട് പോലും ഇവനെ കേരളക്കാര് ഒരാളും അംഗീകരിച്ചില്ല. ഇവൻ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്വീകരണത്തിൽ ഇവ ഇരിക്കണോ? ഇല്ല. അതെന്താ അറിയോ, കേരളക്കാർക്ക് അറിയാം. ഇനിയിപ്പോ അത്രയ്ക്ക് ഇവൻ വലിയ നന്മമാരാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അത് ചെയ്യണ്ടേ. ഇവൻ എന്ത് വീഡിയോ എടുത്താലും അത് നേരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുക, ഒരു പാട്ടും കൊടുക്കുക. ഇതെന്താ അങ്ങനെ? ഇസ്ലാമിന്റെ നിയമം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഇവനിക്കറിയില്ലേ മ്യൂസിക് ഹറാമാണ്, മറ്റ് സ്ത്രീകളെ ഇവന്റെ വീഡിയോസിൽ കൊണ്ടുവരുന്നത് ഹറാമാണ്. ഇതെന്തെങ്കിലും ഒന്ന് നിർത്തലാക്കുന്നുണ്ടോ? അപ്പൊ ഉദ്ദേശം എന്താണോ അത് നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമം അല്ല ഓൻ നടത്തുന്നത്. ഇതാ ഞാൻ കാണിച്ചു തരാം. सब्र करना है. सब्र तो पहले शिहाब भाई को भी सब्र नहीं है. उस वक्त मेरे को पता चला इन्नल्लाह हमारे साबिर, सब्र करना है, अल्लाह हमारा साथ. सब्र किया. अस्सब्र वन्नुस्फिल ईमान. ഉണ്ടോ?
അതായത് സ്ത്രീകളുടെ മുഖമൊക്കെ എടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നവനാണല്ലോ, അല്ലെ, ഇവന്റെ പേജിലാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇസ്ലാമിൽ അംഗീകരിച്ച കാര്യമാണ്. അപ്പൊ പറയുമോ നന്മയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇസ്ലാമിലില്ല. ചെയ്യുമ്പോൾ അതിന്റെ ഘട്ടത്തിൽ ചെയ്യണം, അതല്ലെങ്കിൽ മാന്യമായി ചെയ്യണം. ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് വലത് കൈ അറിയരുത്, വലത് കൈ കൊണ്ട് ചെയ്യുന്ന ഇടത് കൈ അറിയരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ അതിന്റെ മര്യാദക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഇത് ഇവനെ കുറെ സ്വീകരിക്കുക, ഇവനെ നോക്കി ഇത് ഇവനെ അങ്ങോട്ട് ഇടക്കുമ്പോഴും കുറെ പൂവിടുക, ഇങ്ങോട്ട് ഇടക്കുമ്പോഴും കുറെ പൂവിടുക, എന്നിട്ട് ഹിന്ദി പാട്ടും വെക്കുക. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, പറയുന്നോൽക്കാ കുഴപ്പം. ഇങ്ങോട്ട് വെക്കാം. എന്ത് ചങ്ങായത്, ഒരു മറ്റേ കുറെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുക, അതിന് അങ്ങോട്ട് കിടക്കുമ്പോഴും ഇങ്ങോട്ട് കിടക്കുമ്പോഴും പൂവ് ഇങ്ങനെ എറിയിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ സ്ഥിരം പരിപാടി. ഇനി ഇതൊന്നും അല്ല. ഇനി വേറെ കാര്യമുണ്ട്, ഇവന്റെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട്, ഫോട്ടോഷൂട്ട്. ഇതാ ഉണ്ടോ, അമൽ നീരദ് ഇത്ര വലിയ സ്ലോ മോഷനിൽ ഇതുവരെ ഒരു സിനിമ എടുത്തിട്ടില്ല. അജാതി സ്ലോ മോഷനൊക്കെ. മോള് കേറിയിട്ടേ ടൈറ്റാനിക് കളിച്ച. ഇതൊക്കെയാണ് പറഞ്ഞാ കുറ്റാട്ടോ. പറഞ്ഞാ എന്താ വെച്ചിട്ടാ, ഇതൊന്നും ചെയ്യണില്ലല്ലോ പിന്നെ ചീനോല് ചെയ്തോട്ടെ എന്നുള്ള വാദമാണ്. എന്നാലും ഇതിന്റെ ശരിയും തെറ്റും ആരും പറയില്ല. എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമുള്ളൂ, എന്തറിയോ, പിന്നെ ഇത്രയും കഴിവും ഇത്രയും എന്താ പറയാ എല്ലാ എന്താ പറയാ ദീനും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവനെ കേരളക്കാരെ അംഗീകരിക്കാത്തെന്നുള്ളതിന് ഒരു പിടുത്തമല്ല. ഭയങ്കര പാട്ടുകാരനാ. नजर करम फरमाना या नबी, नजर करम फरमाना ए हसनैन की नाना. പാട്ടാ. ഇവനിക്ക് ആകെ അറിയുന്നത് എന്തറിയോ, മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും. ഇതന്നെ. ഈ കേരളത്തിൽ കുറെ ആളുകളുണ്ട് അങ്ങനത്തെ കുറച്ച് പണ്ഡിതന്മാര്. ആകെ അറിയണത് അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ഇതേ അറിയുള്ളൂ. ഇന്ന ഇവലെ ചുറ്റിപ്പറ്റിയിട്ടില്ല ജനങ്ങളെ. ഹൗ എന്തറിഞ്ഞിട്ടാണ് എന്നുള്ളത് ഒരു പിടുത്തമല്ല. ഇന്ന് ഇവരെ കൊണ്ട് എന്തൊക്കെ കാര്യം നടക്കണെന്നുള്ളതും ഇവരെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും അത് ഇവര് വലിയ ഇതാക്കിയിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുക. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ ഒരു വീഡിയോ കാണിച്ചതാ. अस्सलाम वालेकुम रहमतुल्लाह. अभी मैं कच्छ में हूँ अल्हम्दुलिल्लाह. 3 दिन हो गया. 3 साल से कच्छ की एक माँ मेरे को मैसेज, മലയാളം ഒന്നും അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടിയുടെ കാലം കുറെ ആയിക്കോളൂ. खबर सुन के मेरे को एक मैसेज आया. ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു, अपने बेटे का इंतजार कर रही है, जरूर आइएगा. और एक कि मेरे आंगन में आओ एक बार, केरला वाले हाजी साहब, कि हम करते हैं आपका इंतजार, केरला वाले हाजी साहब. अभी बताओ उधर जाना है ना? आज पहुंचेगा ഇനി അവന്റെ സ്ലോ മോഷൻ നടത്താം. എന്താ, ഒരു പെണ്ണവനെ കുറിച്ച് പാട്ട് പാടിക്കുക, കേരളത്തിനൊരു ആജി, വലിയൊരു മനസ്സിലൊരു ആജി ഇവിടേക്ക് ഞമ്മക്ക് കിട്ടിയിരിക്കണോന്നുള്ളത്. അപ്പൊ ഓൻ പറയാ ഇതിനെ കുറിച്ചിട്ടല്ലേ പാടിയത്. നിങ്ങളെ കുറിച്ചിട്ട് തന്നെ. അപ്പോഴത്തിനെന്തായി, BGM മാറി, ലൊക്കേഷൻ മാറി, പിന്നെ ഓ ഇങ്ങനെ ആകാശത്തിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരിക. എന്തൊക്കെ തരം പ്രഹസന സാജി, ഒരു പിടുത്തം കിട്ടണില്ല. ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പൊ നടക്കുള്ളൂ. കാരണം ബിസിനസ്സും കൊണ്ടും നടന്നിട്ട് കാര്യമില്ല. ഈ IT-കാർ വന്നിട്ടേ ഓല് ആണ് തീരുമാനമാക്കും ഇയാളെ കാട്ടിയ മാതിരി. ഇത്രയും സമ്പാദിച്ചു, കോടികൾ സമ്പാദിച്ചു, എന്തെങ്കിലും ഉപകാരത്തിൽപ്പെട്ടോ? ഇല്ല. ഇത് മതി. ഇതാ പറഞ്ഞത്, ഈ ബിസിനസ്സും കൊണ്ടൊന്നും ഒരു കാര്യമല്ല. എന്തെങ്കിലും കാട്ടിയിട്ട് ഒരു ആത്മീയ പരിപാടിക്ക് നോക്കുക. ഞാൻ ഇപ്പൊ അതിന്റെ പരിപാടിക്കുള്ള ഇതാണ്. എങ്ങനെയും 4 ആളെ പിടിച്ചിട്ടേ ഇതൊക്കെ എന്താ ഇങ്ങനെ ഈ വാച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് കോടീശ്വരനാവും. ഈ ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗത്തേക്കാണ് നടക്കും. ഇങ്ങനത്തെ ഐറ്റല്ലേ, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ അഥവാ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരണ്ടേ, നിങ്ങളൊക്കെ ഒന്ന് വരുമുണ്ട്, സഹകരിക്കുമുണ്ട്. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ ശരി, എന്നാ ഞാനോട് പോയിട്ടേ കടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ. സമയം ഒരുപാട് അയക്കണു. ഞാനിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വന്നിരിക്കണം. അപ്പൊ ഇവിടെ വീടിന്റെ മുറ്റത്തിട്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലേ ഓക്കെ, എന്നാ കാണാം, ബൈ.